കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനടക്കം സിനിമ ഭീഷണിയാകുമെന്ന നിരീക്ഷണമടക്കം കോടതിയിൽ നിന്നുണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള സ്റ്റോറി 2 എന്ന പ്രൊപ്പഗണ്ട ഫിലിമിനെ കോടതി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ കഥ അതല്ല. നോർത്ത് ഇന്ത്യൻ പ്രൊപ്പഗണ്ട സിനിമകളിലൂടെ കൊണ്ടുവരുന്ന നോർത്ത് ഇന്ത്യൻ അണില പ്രവർത്തകർ വിധിച്ചെടുക്കുന്ന പ്രൊപ്പഗണ്ട സിനിമകൾക്കല്ല കേരളത്തിന്റെ കഥ പറയാനാവുക. കേരളത്തിന്റെ കഥ അതല്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. വിഷ്ണു പറഞ്ഞു നിർത്തിയിരുന്നു, തുടരാം. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ഹൈക്കോടതിയുടെ ഭാഗത്ത് വരുന്നു. കേരള സ്റ്റോറി 2 അത് സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണി എന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയാൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നാളത്തെ റിലീസ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതിലടക്കം വിശദമായ വാദം കേൾക്കേണ്ടി വരും എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. ഇനിയിപ്പോൾ സ്വാഭാവികമായും നിർമ്മാതാക്കൾ മേൽക്കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, സുപ്രീം കോടതി വരെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഈ സിനിമ റിലീസ് ചെയ്യണം എന്നവർ ആവർത്തിച്ച് കോടതിയിൽ പറഞ്ഞാണ്. അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഈ സിനിമ ഒരു തരത്തിലും മതസൗഹാർദ്ദത്തെ തകർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് മിയർ എന്റർടൈൻമെന്റ് മാത്രമാണ്, ഇതിനപ്പുറത്തേക്ക് ഒരു അജണ്ടയും ഞങ്ങൾക്കില്ല, ഈ സിനിമ കോടതി കാണാമെന്ന് പറഞ്ഞപ്പോൾ കോടതി അവർ എതിർത്തു. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ സിനിമയുടെ അപ്പെക്സ് ബോഡി എന്ന് പറയാൻ, സിനിമയുടെ ഉന്നത വിദഗ്ധ സമിതി എന്ന് പറയുന്നത് സെൻസർ ബോർഡാണ്. സെൻസർ ബോർഡ് ആ സിനിമ കണ്ട് അതിൽ വിലയിരുത്തിയ ശേഷം 16 കട്ടുകൾ പറഞ്ഞു. ആ മാറ്റം വരുത്തിയ ശേഷമാണ് സെൻസറിന് അയച്ചത്. US സർട്ടിഫിക്കറ്റ് 16 വയസ്സ് താഴെയുള്ള ആളുകൾക്കും കാണാമെന്ന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയത്. അത്തരത്തിൽ സെൻസർ ബോർഡ് കണ്ടൊരു സിനിമ, ആ സിനിമയുടെ പ്രദർശനാനുമതി തടയണമെന്നാവശ്യപ്പെട്ട് ഹർജി വരുമ്പോൾ ഹൈക്കോടതി ആ സിനിമ കാണണം, അവരുടെ അധികാരം ഉപയോഗിച്ച് ആ സിനിമ കാണണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കരുത് എന്നാണ് പ്രൊഡ്യൂസർമാർ ഈ കോടതിയിൽ എടുത്ത നിലപാട്. പക്ഷേ സിനിമ കാണാൻ സമയമില്ല എന്ന് കോടതി വ്യക്തമാക്കിയെങ്കിലും ഈ ഹർജിക്കാർ കോടതിക്ക് മുമ്പാകെ എത്തിച്ച തെളിവുകളൊക്കെ ഹൈക്കോടതി കൃത്യമായി പരിശോധിച്ചു. പ്രധാനമായും സ്ക്രീൻഷോട്ടുകൾ, ട്രെയിലറുകൾ, ടീസറുകൾ, ഒപ്പം കഴിഞ്ഞ ദിവസം ഡൽഹിയിലടക്കം നടത്തിയ പ്രമോഷൻ ചടങ്ങുകളൊക്കെ ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചത്. ഇതിൽ പരിഗണിക്കാൻ പറ്റില്ല എന്ന് ഹർജിക്കാർ പറഞ്ഞപ്പോൾ ചൂണ്ടിക്കാണിച്ച 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നിങ്ങനെയാണ്: കേരള സ്റ്റോറി എന്ന പേര്, അതിൽ കേരളത്തിന്റെ ഭാഗം വരുന്നുണ്ട്. മറ്റൊന്ന്, ദിസ് ഇസ് ബേസ്ഡ് ഓൺ എ ട്രൂ ഇവന്റ്സ് എന്ന് ആളുകൾ ഇന്ന് നിർമ്മാതാക്കൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കേരളത്തിലെ ആളുകൾ ഉന്നയിക്കുന്ന ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ആശങ്കകൾ, അവരുടെ ഭയം, അതിന് അടിസ്ഥാനമുണ്ട്. അത് കണ്ടില്ലെന്ന് കോടതിക്ക് നടിക്കാനാകില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈ ഹർജി പരിഗണിക്കുന്നതെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് 2 ദിവസം മുമ്പ് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞതാണ്. അന്ന് വിശദമായ വാദം എല്ലാവരും ഉന്നയിച്ചു. ഹർജിക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഇത് കേരളത്തിന്റെ അന്തസ്സത്തെ തകർത്തെറിയുന്നതാണ്. പ്രത്യേകിച്ച് ഈ പുറം രാജ്യങ്ങളിലടക്കം വർക്ക് ചെയ്യുന്ന മലയാളികളുണ്ട്. അവർക്ക് മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ കേരളം ഇങ്ങനെയാണോ, ഇത്ര മോശമാണോ എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിന് വേണ്ടി ഒരു അജണ്ട സെറ്റ് ചെയ്ത് പുറത്തിറക്കിയ സിനിമയാണിത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ പൂർണ്ണമായും തകർക്കുക, സെക്യുലറിസത്തിന് ഭീഷണിയാകുക, അത് മാത്രമാണ് ഈ സിനിമയുടെ അജണ്ട എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹർജിക്കാർ ഹൈക്കോടതിയിലേക്ക് എത്തിയത്. പക്ഷേ CBFC ഈ സിനിമയ്ക്ക് സെൻസർ നൽകിയതിൽ ഒരു തെറ്റുമില്ല. കൃത്യമായി വിദഗ്ധമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് സിനിമയ്ക്ക് സെൻസർ നൽകിയത്. 16 വയസ്സിൽ താഴെയുള്ള ആളുകൾക്ക് സിനിമ കാണാം അടക്കമുള്ള കാര്യങ്ങൾ CBFC പറഞ്ഞു. സിനിമ റിലീസ് ചെയ്യട്ടെ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് പരിഹരിക്കാമെന്ന് പോലും CBFC ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഹൈക്കോടതി അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനം കടന്നെടുത്തിരിക്കുന്നു. സിനിമ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന് പ്രഥമ ദൃഷ്ടിയാൽ തോന്നുന്നു എന്നാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ വിധിന്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട വാചകം. അതോടൊപ്പം തന്നെ സിനിമ സ്റ്റേ ചെയ്തിരിക്കുന്നു, നാളെ റിലീസ് ചെയ്യണം. അതായത് ഇന്ന് പോലും നിർമ്മാതാക്കൾ പറഞ്ഞത് ഈ ഹർജിയിൽ വിശദമായ വാദം കേട്ട് എത്രയും പെട്ടെന്ന് ഉത്തരവ് പറഞ്ഞ് നാളെ സിനിമ റിലീസ് ചെയ്യാനുള്ള സംവിധാനം വേണമെന്നാണ്. നാളെ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നിർമ്മാതാക്കൾ ഹൈക്കോടതി അറിയിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി രാവിലെ അത് കേട്ടിരുന്നില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വിശദമായി വിധി പറയാമെന്ന് പറഞ്ഞു. ആ വിധി ഇപ്പോൾ വന്നിരിക്കുകയാണ്. കേരള സ്റ്റോറി 2 അതിന്റെ റിലീസ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. സ്വാഭാവികമായും ഇനി മേൽക്കോടതികളിലേക്ക് ഈ കേസ് പോകും. അത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്യണമെന്ന നിർബന്ധ ബുദ്ധിയിലാണ് നിർമ്മാതാക്കളുള്ളത്. നമുക്കറിയാം, അവരുടെ പ്രസ്താവനകളൊക്കെ നമുക്ക് മുൻപിലുണ്ട്. പക്ഷേ അതൊന്നും കോടതി ഈ ഘട്ടത്തിൽ പരിഗണിക്കുന്നില്ല, കോടതി മുഖവിലക്കെടുക്കുന്നില്ല. കോടതിക്ക് മുമ്പാകെ ഹർജിക്കാർ ഉന്നയിച്ച വസ്തുതകളിൽ, അവർ പറഞ്ഞ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ആരോപണങ്ങളിൽ, പരാതികളിൽ, അവർ മുന്നോട്ട് വെച്ച ഫാക്ടുകളിൽ, സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഫാക്ടിൽ, ഗ്രൗണ്ട്സിൽ ഒക്കെ അടിസ്ഥാനമുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ പ്രമ ഫെസിയ അതെല്ലാം കാണുന്നു എന്നാണ് ഇപ്പോൾ കോടതി സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ആ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കേരള സ്റ്റോറി 2 റിലീസ് നാളെ റിലീസ് ചെയ്യായിരുന്ന കേരള സ്റ്റോറി 2 സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിന്മേൽ വിശദമായ വാദം സ്വാഭാവികമായും മേൽക്കോടതിയിലേക്ക് ഈ നിർമ്മാതാക്കൾ പോകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതോടൊപ്പം തന്നെ ഹർജിക്കാരുടെ ഒരിടപെടൽ എടുത്തു പറയേണ്ടതാണ്. അവർ അങ്ങേയറ്റം ഈ കോടതിയിൽ ഹർജിക്കാരുടെ
അഭിഭാഷകർ വളരെ കൃത്യമായ പോയിന്റുകൾ മുമ്പോട്ട് വെച്ചിരുന്നു. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രൊമോഷൻ നടപടികൾ നടന്നിരുന്നു. ആ പ്രൊമോഷൻ നടപടികളിൽ ഒരിടത്തും ദ ട്രൂ ബേസ്ഡ് ഓൺ കേരള എന്ന് പറയുന്നിടത്ത് ഒരിടത്തും ഒരു മലയാളി ഉണ്ടായിരുന്നില്ല. മലയാളിയെ കുറിച്ച് അവരുടെ ഒരു വിക്ടിം എന്ന രീതിയിൽ പ്രദർശിപ്പിച്ചത് മുഴുവൻ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.